റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പാക്കേജിൻ്റെ എമൗണ്ട് ചെറുതായിട്ട് ഒന്ന് അപ്പ് ചെയ്യും. ഓക്കെ. രണ്ടാമത്തെ വരുന്നത് പിന്നെ ഇതിൽ തന്നെ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതിലൊക്കെ നല്ല രൂപത്തിൽ വിസിബിലിറ്റി ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ. അതായത് ഇപ്പോൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ആണ് ഏതൊരു ബിസിനസ്, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏതൊരു ബിസിനസ്സിൻ്റെയും അതിൻ്റെ ഗ്രോത്ത് സെറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ്, സോഷ്യൽ മീഡിയയിലുള്ള വിസിബിലിറ്റിയാണ്. അപ്പോൾ നല്ല രൂപത്തിലുള്ള കോണ്ടന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് പാർട്ടിക്കാർക്ക് കൊടുക്കുക. ഏകദേശം മിനിമം ഒരു 500 സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് സർവീസ്. ഓക്കെ. പിന്നെ വരുന്നതാണ് കോണ്ടന്റ് റൈറ്റിംഗ്. കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ ബ്ലോഗ്, വെബ്സൈറ്റ് ബ്ലോഗിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ബിസിനസ് ഓണേഴ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബ്രാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ പ്രൊഡക്റ്റിന് ആവശ്യമായിട്ടുള്ള കോണ്ടന്റ് എഴുതാൻ പറ്റും. ഇത് ചാറ്റ് ജി പി ടിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കുറച്ചും കൂടിയും ഒരു പ്രൊഡക്റ്റ് നോളജൊക്കെ വേണം. ഇപ്പം ആ, ഇതിൻ്റെ ഒരു ടോയ്സിൻ്റെ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ടോയ്സിനെ കുറിച്ചുള്ള ഒരുപാട് കോണ്ടന്റ് കാര്യങ്ങളൊക്കെ ഓൺ വെബ്സൈറ്റിലും അതുപോലെ നമ്മളുടെ ഓൺ സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോയ്സ് സെല്ല് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ കണക്ട് ചെയ്യും. ഓക്കെ. അത് അഫിലിയേറ്റഡ് മാർക്കറ്റിൽ കൂടുതലായിട്ട് കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന ആൾ നിങ്ങളെ കണക്ട് ചെയ്യും. ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്തരത്തിൽ കോണ്ടന്റ് ആവശ്യമുണ്ട്, അതിന് എങ്ങനെയാണ് എൻ്റെ ചാർജ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ, കാരണം ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഓണർ നിങ്ങളെ കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടല്ല അവർ കണക്ട് ചെയ്യുക. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രൊഡക്റ്റിൻ്റെയും കോൺട്രാക്ട് എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഏകദേശം മന്ത്ലി സർവീസ് ചാർജോ അല്ലെങ്കിൽ ഒരു പാക്കേജ് ഓഫ് പ്രൊഡക്റ്റിന് നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. കോണ്ടന്റ് റൈറ്റിംഗ്. പിന്നെ വരുന്നതാണ് ഗ്രാഫിക്സ് ഡിസൈനിങ്. ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഡിസൈനിങ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 3 മാസത്തെ കോഴ്സ് എടുത്താൽ തന്നെ ഗ്രാഫിക്സ് ഡിസൈനിങ്, പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. ഇപ്പം സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഗ്രാഫിക്സ് ഡിസൈനിങ്ങും. അപ്പോൾ അവർക്ക് സ്റ്റോറി അപ്ഡേറ്റ്, അതേപോലെ അവർക്ക് സോഷ്യൽ മീഡിയക്ക് ആവശ്യമായുള്ള പ്രൊമോഷൻസ്, ഇതൊക്കെ ഗ്രാഫിക്സ് ഡിസൈനിങ്ങിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെയാണ് വീഡിയോ എഡിറ്റിംഗ്. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊരു ചെറിയ സ്ഥാപനമാണെങ്കിലും വലിയ സ്ഥാപനമാണെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു കാര്യത്തിലോട്ടാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സ്വന്തമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊരു വീഡിയോ എഡിറ്റിംഗ് പല ആളുകൾക്കും ബേസിക്കായിട്ട് അറിയെങ്കിലും ചെറിയ രൂപത്തിൽ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു 3-4 സ്ഥാപനങ്ങളുടെ വർക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ടൂളുകളുണ്ട്, ഫ്രീ ടൂളുകളും പെയ്ഡ് ടൂളുകളും ഉണ്ട്. എ ഐ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം നോർമൽ റഫായിട്ടുള്ള സ്ഥലത്ത് പോലും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഇത് ഏകദേശം ഒരു 3 മാസത്തെ കോഴ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ മാസ്റ്ററിങ് ആകാൻ പറ്റും വീഡിയോ എഡിറ്റിങ്ങിന്. ഇതിനും ഏകദേശം ഒരു 500 ഓരോ സ്ഥാപനത്തിൻ്റെയും അവരുടെ എത്ര വീഡിയോസ്, 10 വീഡിയോസ് അല്ലെങ്കിൽ 20 വീഡിയോസ് മന്തിൽ നിങ്ങൾ വീഡിയോ എടുത്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യും. ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 500 മുതൽ 1000 വരെ ഒറ്റ പാർട്ടിക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെയാണ് ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്. ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എത്ര പേർക്ക് അറിയാം? ഇ കൊമേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് എങ്ങനെയാണ് എന്നുള്ളത്? എത്ര പേര് ഇ കൊമേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരും ഉണ്ടാവും, അല്ലേ? ഇതിനു മുമ്പ് ഇതിനെ കേട്ടിട്ടുണ്ടോ, ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്? ഒരു പ്രൊഡക്റ്റ് ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതാണ് ഇപ്പോൾ UAE മാർക്കറ്റിൽ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്. ഇതിന് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ആ, ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, കാലങ്ങളൊന്നും ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ട. വളരെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ചെറിയ സർവീസ് ചാർജ് വാങ്ങിച്ചിട്ട് എക്സ്പേർട്ട് ആകാൻ പറ്റും. എക്സ്പേർട്ട് ആവുന്നതിനനുസരിച്ച് നിങ്ങളുടെ ചാർജസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എടുക്കാം. മൈക്ക മ്യൂട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ആമസോൺ, നൂണ്, നംഷി, ട്രെൻഡുകളൊക്കെ പോലെയുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതിലൊക്കെ 1 സെക്കൻഡ്.
ഓക്കെ, ഇതിലൊക്കെ പല ബിസിനസ് പല പ്രൊഡക്റ്റുകളും സെർച്ച് ചെയ്യുന്ന സമയത്ത് വി- നല്ലൊരു വിസിബിലിറ്റി കാണാൻ സാധിക്കും. മനസ്സിലാക്കിയിട്ട് നല്ലൊരു വിസിബിലിറ്റി കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഇപ്പം ഒരു 200 300 ഉള്ള പ്രൊഡക്റ്റുള്ള പല കമ്പനികളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഈ വർക്കുകൾ സെപ്പറേറ്റ് ചെയ്യുക ചെയ്യുക, അതായത് ഇ കൊമേഴ്സിൻ്റെ പ്രൊഡക്റ്റിംഗ് ലിസ്റ്റിംഗ് ഒക്കെ എക്സ്പേർട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക ചെയ്യുക. അപ്പോൾ ആ ഒരു വർക്കും നിങ്ങൾക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല, പുറത്തു നിന്നുള്ള ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്കുകൾ ഇ കൊമേഴ്സ് പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് മാത്രം, അത് നല്ല ഹൈ ക്വാളിറ്റി ലിസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യാൻ കഴിയും. ഇതിനും ഏകദേശം ഒരു തുടങ്ങാൻ കഴിയും. അപ്പോൾ ഒരു 100 200 300 പ്രൊഡക്റ്റ് ഏക്കരം ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് താഴെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഇതൊക്കെ അനുസരിച്ച് അതിന്റെ SKUവിന്റെ നമ്പേഴ്സൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ചാർജസും അതിനകത്ത് ആ, വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ഇതിന് വേണ്ടത് ഒരു കൃത്യമായൊരു ഗോൾ സെറ്റ് വേണം. കൃത്യമായിട്ടുള്ള ഒരു ഗോൾ സെറ്റ് വേണം. എത്ര എമൗണ്ട് ആണ് ഞങ്ങളുടെ നമുക്ക് ആവശ്യമുള്ളത് എന്ന് നമ്മൾ ഫിക്സ് ചെയ്യണം. അത് ഓരോ ദിവസവും നമ്മൾ അത് നോട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പല ആളുകളും ഇവിടെ ചാറ്റ് ചെയ്തു, എനിക്ക് 3000 ദിറംസാണ് മന്ത്ലി ആവശ്യമുള്ളത്. ഓക്കെ, ആ മന്ത്ലി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് 3000 ദിറംസ് ഒരു ഗോൾ സെറ്റിൽ ഡെയിലി റൈറ്റ് ചെയ്യുക. 3000 ദിറംസ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. 3000 ദിറംസ് എനിക്ക് കിട്ടി. അപ്പോൾ 3000 ദിറംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പേരെയാണ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്? എൻ്റെ സർവീസ് ചാർജ് 200 ആണെങ്കിൽ എത്ര പേരെ മീറ്റ് ചെയ്യണം? എൻ്റെ സർവീസ് ചാർജ് 500 ആണെങ്കിൽ എത്ര പേരെ മീറ്റ് ചെയ്യണം? എൻ്റെ സർവീസ് ചാർജ് 1000 ആണെങ്കിൽ എത്ര പേരെ മീറ്റ് ചെയ്യണം? ഈ ഒരു ഗോൾ സെറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഓരോ പാർട്ടിക്കാർ വരുമ്പോൾ അവരെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട്, ഇപ്പോൾ ഈ ഫ്രീലാൻസ് വർക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് നമുക്ക് വാങ്ങിക്കേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് ആവശ്യമുണ്ട്. അതിനാണ് ഇവിടെ ആദ്യം തന്നെ എത്ര എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമുള്ളത് മന്ത്ലി എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്ക് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ,